ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽക്കൈനുകൾ, ആൽക്കൈനുകൾ എന്താന്ന് പഠിച്ചു. അതിന്റെ പൊതു സമവാക്യം, അതിന്റെ പ്രത്യേകത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്നിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹൈഡ്രോ കാർബണുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നെയിമിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ IUPAC എന്ന് പറയുന്ന സംഘടന എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പേരുകളൊക്കെ കൊടുക്കുന്ന സംഘടന IUPAC ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിന് നാമകരണം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. LPUP പോലത്തെ എക്സാമുകൾക്ക് പരീക്ഷയ്ക്ക് ഈ പേരിടൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. നോക്കോളൂ. ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിന് എന്തെല്ലാമാണ് പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത്. ഒന്നാമത്തേത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. അതായത് ഇപ്പൊ ഒരു സംയുക്തം അല്ലെങ്കിൽ ഒരു ഘടന നമുക്ക് തന്നിട്ട് ഇതിന്റെ പേര് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് ആദ്യം നോക്കണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കണം. ഇനി കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം നോക്കണം. അതായത് ഏകബന്ധനമാണോ, ദ്വിബന്ധനമാണോ, ത്രിബന്ധനമാണോ എന്ന് നോക്കണം. ഓക്കെ. ഇനി കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ നമ്മൾ ഈ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഒരു പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് സ്വീകരിക്കുന്നു. പേരിടാനുള്ള ആദ്യത്തെ പടിയാണിത്. ഓക്കെ. ഇപ്പൊ C1 നമുക്ക് തന്നിരിക്കുന്ന സംയുക്തത്തിനകത്ത് ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളുവെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് മെത്ത് എന്നുള്ളതാണ്. മെത്ത്. ഓക്കെ. മെത്ത് അല്ലെങ്കിൽ മീത്. ഓക്കെ. മീത് അല്ലെങ്കിൽ മെത്ത് എന്ന് പറയുന്ന ആ ഒരു മൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു കാർബണേ ഉള്ളുവെങ്കിൽ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ പദമൂലങ്ങളൊന്ന് പഠിക്കുക. എന്നിട്ട് പേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതൊന്നും കൂടി മനസ്സിലാവും. C2 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത് അല്ലെങ്കിൽ ഈഥ് എന്ന് കൊടുക്കണം. എത്ത് അല്ലെങ്കിൽ ഈഥ് എന്ന് കൊടുക്കണം. ഏത്? C2 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ. 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പദമൂലം പ്രൊപ്പ് എന്നാണ്. 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്ന് കൊടുക്കണം. ബട്ടെന്ന് വായിക്കരുത്, ബ്യൂട്ട് എന്ന് കൊടുക്കണം. 5 എണ്ണം ഉണ്ടെങ്കിൽ പെന്റ്, 6 എണ്ണം ഉണ്ടെങ്കിൽ ഹെക്സ്, 7 ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 ഉണ്ടെങ്കിൽ ഒക്ട്, 9 ഉണ്ടെങ്കിൽ നണ്ണ്, 10 ഉണ്ടെങ്കിൽ ഡെക്ക്. നമുക്ക് മാക്സിമം ഒരു 8, 9 വരെയൊക്കെയാണ് PSC ചോദിക്കുള്ളൂ. മാക്സിമം പോയാൽ കേട്ടോ. ഒരു ഹെക്സ്, ഹെപ്റ്റ് തന്നെ അങ്ങനെ അധികവും നിൽക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. എന്നാലും ഒന്നും കൂടി പോയി കഴിഞ്ഞാലും ഈ ഒരു 10-നപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. അപ്പൊ ഇതൊരു പാട്ട് പോലെ അങ്ങ് പഠിക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ പഠിക്കാൻ പറ്റുമല്ലോ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു പഠിച്ചാൽ മതി. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ മെത്ത്, മീത് ഏതാണ്? 1. എത്ത് എന്ന് പറയുമ്പോൾ 2, പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3, ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4. ബാക്കി പെന്റ്. 5 വശങ്ങളുള്ള നമ്മുടെ ഒരു ഷേപ്പിനെ നമ്മൾ പെന്റഗൺ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ 5 വന്നാൽ പെന്റ് എന്ന് ആലോചിക്കാം. 6 വശങ്ങളുള്ളതിനെ ഹെക്സഗൺ എന്നല്ലേ വിളിക്കുന്നത്, ഷഡ്ഭുജം. അപ്പൊ ഹെക്സ് 6 വന്നാൽ ഹെക്സ്, 7 വന്നാൽ ഹെപ്റ്റ്, 8 വന്നാൽ ഒക്ട്, അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പൊ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് മാറിപ്പോവാണ്ട് പഠിച്ചു വെക്കണം. 1, 2, 3, 4. അപ്പൊ പദമൂലം വേർഡ് റൂട്ട് എടുക്കുന്ന മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് പരിപാടി നോക്കാം. അതിനു മുന്നേ സിംഗിൾ ബോണ്ട് വന്നാൽ അത് ആൽക്കെയിൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഡബിൾ ബോണ്ട് വന്നാൽ ആൽക്കീൻ ആണെന്നറിയാം. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ആൽക്കൈൻ ആണെന്നും അറിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൂടി ഓർമ്മയിൽ വെച്ചിരിക്കാം. ഇനി നമുക്ക് ശാഖകളില്ലാത്ത ആൽക്കൈനുകളുടെ നാമകരണം. ആൽക്കൈനുകളുടെ നാമകരണമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ശാഖകളൊന്നും ഇല്ലാത്തത്. ഓക്കെ. ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തത് നോക്കോ. ഇവിടെ നമുക്ക് എഴുതാൻ ഇതിന്റെ ഘടനയൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതാണ്. CH4 മീഥേൻ ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബൺ ഉണ്ട്? ഒരൊറ്റ കാർബൺ. പദമൂലം എന്താ? മെത്ത് അല്ലെ, അല്ലെങ്കിൽ മീഥ്, അതാണ് പദമൂലം. നോക്കൂ, സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ ഇവിടെ. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആൽക്കെയിൻ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ANE എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. ഈ പദമൂലത്തിന്റെ കൂടെ ആൽക്കെയിൻ ആണെങ്കിൽ ANE എടുത്തിടുക. മീഥെയിൻ എന്ന് കിട്ടി. കണ്ടോ? മീഥെയിൻ എന്ന് കിട്ടി. ഇത് നോക്കാം. ഇവിടെ ഈ ഒരു സംയുക്തം തന്നിട്ടുണ്ട്. എത്ര കാർബൺ ഉണ്ട് ഇതിനകത്ത്? 2 കാർബൺ. പദമൂലം എന്താ? ഈഥ് അല്ലെങ്കിൽ എത്ത് അല്ലെ. മെത്ത്, എത്ത് പഠിച്ചില്ലേ. സിംഗിൾ ബോണ്ട്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇതൊരു ആൽക്കെയിൻ ആണല്ലോ. ആൽക്കെയിൻ ആണെങ്കിൽ എന്തെടുത്ത് എഴുതണമെന്ന് പറഞ്ഞു? ANE എടുത്തെഴുതുക. ഈഥെയിൻ. കണ്ടോ?
ഇതില്ലെങ്കിലും നമുക്ക് C2H6 എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 2 കാർബണേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇത് എന്ന് എഴുതി. ഇനി ഇത് ആൽക്കെയിൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനാണ് നമ്മൾ ഫോർമുല പഠിച്ചത്, CnH2n+2. ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. 2ന്റെ ഇരട്ടി 4, 4ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 6 കിട്ടുക അല്ലെ? അപ്പൊ ഇതൊരു ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് ഇത് മനസ്സിലാവത്തില്ല. കഴിഞ്ഞ ക്ലാസ് കാണാത്തവര് കാണുക. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായി. ഈഥെയിൻ എന്ന് നമ്മൾ എഴുതി. ഈഥെയിൻ എന്ന് നമ്മൾ എന്ത് ചെയ്തു? പേര് കൊടുത്തു. ഓക്കെ, അടുത്തത് C3H8. നോക്ക്, 3 കാർബൺ, മെത്ത് പ്രൊപ്പ് അല്ലെ? അടുത്തത് പ്രൊപ്പാണ്. 3ന്റെ ഇരട്ടി 6, 6 + 2 8. അപ്പം CnH2n+2 ആണ് ഇയാള്. അപ്പൊ ഇയാള് ആൽക്കെയിൻ ആണെന്ന് മനസ്സിലായി. ANE കൊടുത്തു. പ്രൊപ്പെയിൻ കണ്ടോ? പ്രൊപ്പെയിൻ പേര് കൊടുത്തത് മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. പദമൂലം പ്ലസ് എയിൻ. ആൽക്കെയിന്റെ എയിൻ ആണ്, ANE ആണ് എഴുതേണ്ടത്. ഓക്കെ, എയിൻ. മീഥ പ്ലസ് എയിൻ മീഥെയിൻ. ഈഥ പ്ലസ് എയിൻ ഈഥെയിൻ. കണ്ടോ? അപ്പോ ആൽക്കെയിനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? ആൽക്കെയിനുകളാണെങ്കിൽ പേര് നൽകുന്നതിന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പദമൂലത്തോടൊപ്പം ANE എന്ന പ്രത്യയം എന്ത് ചെയ്യുന്നു? നമ്മൾ ചേർക്കുന്നു. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ പ്ലെയിൻ ആയിട്ട് ശാഖകൾ, ബ്രാഞ്ചുകൾ ഒന്നും ഇല്ലാത്ത ആൽക്കെയിനുകളുടെ നാമകരണമാണ് കണ്ടത്. ഇനി നമുക്ക് ശാഖകൾ ഉള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ ഒരു ചെയിൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെയിൻ 1 2 3 4 5 5 കാർബൺ ആറ്റങ്ങളുള്ളൊരു ചെയിൻ. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ടാകും, അത് കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ 5 കാർബൺ തന്നെ അടങ്ങിയ മറ്റൊരു ചെയിൻ നോക്കൂ. ഇവിടെയും 1 2 3 4 5 കാർബൺ ആറ്റം തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇത് നീണ്ടല്ല പോയിരിക്കുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന 3ാമത്തെ കാർബണിൽ നിന്ന് താഴേക്കൊരു ബ്രാഞ്ച് പോലെ, ഒരു ശാഖ പോലെയാണ് ഈ 5ാമത്തെ കാർബൺ വന്നിരിക്കുന്നത്. ശരിയാണോ? ഒരു ശാഖ പോലെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നോക്കിക്കേ, ഇവിടെ ഒരു വരയേ ഉള്ളൂ. അപ്പൊ ഇനി 3 എണ്ണം വേണം. അപ്പൊ H3 ഇടണം അല്ലെ? ഇവിടെ H3 ഇടണം. ഈ C നോക്കിയാൽ ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്. ഇനി 2 എണ്ണം ബാക്കി വേണം. അപ്പൊ ഇവിടെ H2 ആണ് വരേണ്ടത്. H2 കൊടുത്തിട്ടുണ്ട്. ഈ കാർബണിന് നോക്കൂ, 1 2 3 വരകൾ, 3 ബോണ്ടുകൾ കാണുന്നു. ഇനി ഒരെണ്ണം കൂടി മതി. അപ്പൊ CH കൊടുക്കണം. CH കൊടുത്തു. ഇവിടുത്തെ Cക്ക് ഒരൊറ്റ ബോണ്ടേ ഉള്ളൂ. H3 ഇവിടെ വരണം. H3 കൊടുത്തു. ഈ കാർബൺ നോക്കിക്കേ, ഈ കാർബണിനും ഒറ്റ വരയല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര എണ്ണം വരണം? 3 എണ്ണം വരണം. CH3 നമ്മൾ കൊടുത്തു. മനസ്സിലായോ? ഇത്രയും നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഈ ഒരു സംയുക്തത്തിന് നമ്മൾ പേര് കൊടുക്കണം. ഈ ഒരു കോമ്പൗണ്ടിന് എന്ത് കൊടുക്കണം? നമ്മൾ പേര് കൊടുക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ശാഖകൾക്ക് പേര് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ ശാഖകളുള്ള ഹൈഡ്രോ കാർബൺസിന് പേര് കൊടുക്കാൻ IUPAC കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഏറ്റവും നീളം കൂടിയ ചെയിനിനെ പ്രധാന ചെയിനായിട്ടും ബാക്കിയുള്ളവയെ ശാഖയായിട്ടും പരിഗണിക്കണം. ഏറ്റവും നീളം കൂടിയതിനെ പ്രധാന ചെയിനായിട്ട് എടുക്കുക. അതായത് ഏറ്റവും നീളം കൂടിയത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ചെയിനിനെ പ്രധാന ചെയിനായിട്ട് എടുക്കുക. ബാക്കി വരുന്നതിനെ ശാഖയായിട്ട് എടുക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ എടുത്ത ഇതേ സംയുക്തം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് ഇതിനെങ്ങനെയാ പേര് കൊടുക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം പറഞ്ഞു, നമ്മൾ പ്രധാന എന്ത് കണ്ടുപിടിക്കണം? ചെയിൻ കണ്ടുപിടിക്കണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏറ്റവും കൂടിയ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. മെയിൻ ചെയിൻ, പ്രധാന ചെയിൻ കണ്ടുപിടിക്കുക. നമുക്ക് ജസ്റ്റ് കാർബൺ ആറ്റത്തിന് നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണം. 1 2 3 4. ഈ ബ്രാഞ്ചിന് തൽക്കാലം നമ്മൾ നമ്പർ കൊടുക്കുന്നില്ല. മെയിൻ ചെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രധാന ചെയിൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. ഇനി ഈ അറ്റത്തിൽ നിന്ന് ഞാൻ നമ്പർ ഇട്ട എങ്ങനെ വരും? 1 2 3 4. ഇങ്ങനെ ഞാൻ നമ്പർ ഇട്ട് കഴിഞ്ഞാലും 4 കാർബൺ ആറ്റം തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എല്ലാ മാർഗത്തിൽ കൂടി നമ്പർ ഇട്ട് നോക്കണം. ഇങ്ങനെ നമ്പർ ഇടാം. 1 2 3 4. ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രധാന ചെയിനായിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് പുറമെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് കണക്കാക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഇട്ട് നോക്കാം. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്പർ ഇട്ടപ്പോഴും ഇവിടെ 4 കാർബൺ തന്നെയാണ് വരുന്നത് അല്ലെ? ഇനി നമുക്ക് ഈ ഒരു ചെയിൻ എടുത്തു നോക്കിയാലോ? ഈ ഒരു ചെയിൻ എടുത്താൽ 1 2 3, ബാക്കി ഇത്രയും സാധനം ബ്രാഞ്ച് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 3 കാർബണേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ എടുത്താലും ശരി, ഇവിടെ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ് വലിയ നമ്പർ ആയിട്ട് വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വലിയ നമ്പർ എടുത്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ
പ്രധാന ചെയിൻ നമ്മൾ എടുക്കുന്നതിനകത്ത് വേറൊരു കാര്യം വരുന്നുണ്ട്. ഈ ശാഖയില്ലേ, ശാഖയ്ക്ക് ചെറിയ നമ്പർ വരണം. അതായത് ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. 1 2 3 4. ഞാൻ ഇങ്ങനെ നമ്പർ ഇട്ടപ്പോൾ ഇവിടെ ശാഖ എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇരിക്കുന്നത്? ഈ 3ാമത്തെ കാർബൺ ആറ്റത്തിലല്ലേ ശാഖ ഇരിക്കുന്നത്. അപ്പൊ ശാഖ 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഈ നമ്പർ ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടി പോവുകയാണ്. നോക്കിക്കോണേ, തിരിച്ചിടാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചിടുമ്പോ 1 2 3 4 ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ എത്രാമത്തെ കാർബണിലാണ് ചെയിൻ വന്നിരിക്കുന്നത്? ഇങ്ങനെ ഇടുമ്പോ ശാഖ വന്നിരിക്കുന്നത് 2ാമത്തെ കാർബണിലാണ്, അല്ലെ? 2ാമത്തെ കാർബണിലാണ് നമുക്ക് ശാഖ വന്നിരിക്കുന്നത്. അപ്പോ ശാഖയ്ക്ക് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്രധാന ചെയിൻ എടുക്കാനായിട്ട്. ശാഖയ്ക്ക് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം എന്തെടുക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ ആ ഒരു പ്രധാന ചെയിൻ എടുക്കാൻ വേണ്ടി ശാഖയ്ക്ക് ചെറിയ നമ്പർ വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇട്ടപ്പോൾ 3ാമത്തെ കാർബണിലാണ് ശാഖ വന്നത്. ഈ നമ്മുടെ വലത്തുനിന്ന് ഇടത്തോട്ട് നമ്മൾ ഇട്ട സമയത്ത് 2ാമത്തെ കാർബണിലാണ് ശാഖ വന്നത്. അപ്പൊ അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ ശാഖയിൽ എന്തൊക്കെ കിടക്കുന്നു? ശാഖയിൽ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കോളൂ. ആൽക്കൈൽ റാഡിക്കൽ. പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോണേ. CH3 എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ, CH3 എന്ന് മാത്രം ഒരു ചെയിൻ വന്നു കഴിഞ്ഞാൽ അത് മീഥൈൽ റാഡിക്കൽ എന്നറിയപ്പെടുന്നു. മീഥൈൽ റാഡിക്കൽ. ഇനി 2 കാർബൺ വരുന്ന ചെയിൻ വന്നാൽ CH3 CH2 എന്ന് 2 കാർബൺ വരുന്ന ഒരു ചെയിൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈഥൈൽ റാഡിക്കൽ എന്ന് വിളിക്കും. 3 കാർബൺ ആറ്റങ്ങൾ വരുന്ന ഇങ്ങനെ ഒരു ചെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രൊപ്പൈൽ റാഡിക്കൽ എന്ന് വിളിക്കും. പ്രൊപ്പൈൽ റാഡിക്കൽ. ഒരു കാർബൺ വന്നാൽ മെത്തല്ലേ, അപ്പൊ അതൊരു ബ്രാഞ്ച് ആയിട്ട് ഇങ്ങനെ CH3 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ആയിട്ട് മാത്രം വരികയാണെങ്കിൽ അത് മീഥൈൽ റാഡിക്കൽ ആണ്. CH3 CH2 ഇങ്ങനെ 2 കാർബൺ അടങ്ങുന്ന ഒരു ബ്രാഞ്ച് ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ അത് ഈഥൈൽ റാഡിക്കൽ ആണ്. 3 കാർബൺ ആറ്റങ്ങൾ വരുന്ന ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രൊപ്പൈൽ റാഡിക്കൽ ആണ്. ഓക്കെ, ഇതോടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ഒരു ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇവ പ്രവർത്തനശേഷിയുള്ള ആറ്റം ഗ്രൂപ്പുകളായി മാറുന്നു. ഇവയെയാണ് നമ്മൾ ആൽക്കൈൽ റാഡിക്കലുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ CH4 എന്ന് പറഞ്ഞാൽ മീഥേൻ അല്ലേ, മീഥേൻ ആണല്ലോ. ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ CH3 ആയിട്ട് മാറില്ലേ? ഇതാണ് ഒരു റാഡിക്കൽ, ഇതാണ് മീഥൈൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇനി ഇത് ഈഥേൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്ത് മാറ്റിയപ്പോഴാണ് നമുക്ക് ഈഥൈൽ റാഡിക്കൽ കിട്ടിയത്. അപ്പോൾ ഒരു കാർബണുള്ള ബ്രാഞ്ച് വന്നാൽ മീഥൈൽ റാഡിക്കൽ, 2 കാർബണുള്ള ബ്രാഞ്ച് വന്നാൽ ഈഥൈൽ റാഡിക്കൽ, 3 കാർബൺ വന്നാൽ പ്രൊപ്പൈൽ റാഡിക്കൽ, 4 കാർബൺ വന്നാൽ ബ്യൂട്ടൈൽ റാഡിക്കൽ. അങ്ങനെ റാഡിക്കൽസ് വന്നുകൊണ്ടിരിക്കും, ശാഖകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പേര് കൊടുക്കും നമുക്ക് നോക്കാം. അപ്പോ നോക്കിക്കോ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏതാ നമ്മൾ എടുക്കേണ്ടത്? ഇതല്ലേ എടുക്കേണ്ടേ? ഈ രീതിയിലാണല്ലോ നമ്മൾ പേര് കൊടുക്കേണ്ടത്, നമ്പർ കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്, പറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2ാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4 അല്ലെ? 4 കാർബൺ ആറ്റം കാണുന്നുണ്ട്. മുഖ്യ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മുഖ്യ ചെയിൻ കേട്ടോ, ഇതാണ് മുഖ്യ ചെയിൻ, ഇത് ബ്രാഞ്ച് ആണ്. 4 എണ്ണം. പദമൂലം എന്ത് കൊടുക്കണം? 4 കാർബൺ വന്നാൽ പദമൂലം എന്താണ് കൊടുക്കേണ്ടത്? പറയൂ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ? പദമൂലം. അപ്പൊ ബ്യൂട്ട് എന്ന് കൊടുക്കണം. പിൻ പ്രത്യയം സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ എന്താ ഉള്ള? ഏകബന്ധനമാണോ ദ്വിബന്ധനമാണോ ത്രിബന്ധനമാണോ? ഏകബന്ധനമാണല്ലോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ കാണുന്നത്. അപ്പൊ പിൻ പ്രത്യയം കൊടുക്കേണ്ടത് ANE. പദമൂലം ബ്യൂട്ട് ANE ആണ് നമ്മൾ കൊടുക്കേണ്ട സംഗതി. ശാഖയായി വരുന്ന ആൽക്കൈൽ റാഡിക്കലിന്റെ പേര് നോക്കിക്കേ. ഇവിടെ ശാഖയായിട്ട് വരുന്ന ആരാണ്? CH3 ആണ് ശാഖയായിട്ട് വരുന്നത് അല്ലെ? CH3. അപ്പൊ ഒറ്റ കാർബണേ ഉള്ളൂ. CH3 എന്ന് പറഞ്ഞാൽ ആരാണ്? ഏത് റാഡിക്കലാ? മീഥൈൽ റാഡിക്കൽ അല്ലേ? മീഥൈൽ. ഓക്കെ, മീഥൈൽ റാഡിക്കൽ. ശാഖയുടെ സ്ഥാനം എത്രാമത്തെ കാർബണിലാണ് ശാഖ വന്നിരിക്കുന്നത്? 2ാമത്തെ കാർബണിലാണ് ശാഖ വന്നിരിക്കുന്നത്. അപ്പൊ 2ാമത്തെ കാർബണിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്? ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നും. ഇങ്ങനെയൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ എഴുതുന്നു എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ആദ്യം ശാഖേനെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ശാഖയുടെ നമ്പർ നോക്കുക. ശാഖയുടെ നമ്പർ 2 അല്ലേ? 2ാമത്തെ കാർബണിലല്ലേ ശാഖ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശാഖയുടെ ഞാൻ പേരെഴുതി 2 എന്ന് എഴുതി. ഇനി 2ാമത്തെ കാർബൺ, ശാഖ 2ാമത്തെ കാർബണിലാണെന്ന് മനസ്സിലായി. അവിടെ നമ്മളൊരു ഹൈഫൺ കൊടുക്കുന്നു. ഏതാണ് ശാഖ എന്താ? ശാഖയുടെ പേരെന്താ? മീഥൈൽ അല്ലെ? ശാഖയുടെ പേരെന്ന് പറഞ്ഞാൽ മീഥൈൽ എന്നാണ്.
അപ്പൊ 2-മീഥൈൽ, 2-മീഥൈൽ. ഓക്കെ, മീഥൈൽ. ഇനി നമ്മുടെ മെയിൻ ചെയിനിന്റെ പേര് എഴുതണം. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ഉണ്ട്, ഏകബന്ധനമാണ്. അപ്പൊ എന്താ? ബ്യൂട്ട് ANE, ബ്യൂട്ടെയിൻ ആണോ? 4 കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ട്, ഏകബന്ധനം ആയതുകൊണ്ട് ANE കൊടുക്കുന്നു, ബ്യൂട്ടെയിൻ എന്ന് കൊടുക്കുന്നു. 2-മീഥൈൽ ബ്യൂട്ടെയിൻ, 2-മീഥൈൽ ബ്യൂട്ടെയിൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും കാണാതെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നിങ്ങൾ എഴുതാൻ മാത്രം പഠിച്ചാൽ മതി. ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൺ കൊടുക്കുന്നു. റാഡിക്കലിന്റെ പേര് മീഥൈലാണ്. പദമൂലവും പിൻപ്രത്യയവും ചേർത്ത് നമ്മൾ ആൽക്കൈന്റെ പേര് അങ്ങനെ തന്നെ എഴുതുന്നു, 2-മീഥൈൽ ബ്യൂട്ടെയിൻ, 2-മീഥൈൽ ബ്യൂട്ടെയിൻ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ IUPAC നാമം ഒരു 2 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതിയാകും. ഇത്രയും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കാം. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടേ? നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. 1, 2, 3, 4, 5. ഇവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാലും 1, 2, 3, 4, 5. ബ്രാഞ്ച് വന്നാലും 5 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങോട്ടാണെങ്കിലും 1, 2, 3, 4, 5. അപ്പൊ ഇതിൽ ഏത് രീതിയിൽ നമ്മൾ നെയിം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്പർ കൊടുക്കുമ്പോഴാണ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെ, വലത്തു നിന്ന് ഇടത്തോട്ട് നമ്മൾ പോകുമ്പോഴാണ് ചെറിയ നമ്പർ 2 ആണ് വരുന്നത്. ബ്രാഞ്ചിന്റെ നമ്പർ 2 ആണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പേര് എഴുതാം. അപ്പൊ എന്താ ചെയ്യേണ്ടേ? ശാഖ ഏത് കാർബൺ ആറ്റത്തിലാണ് അതിന്റെ നമ്പർ എഴുതുക. അപ്പൊ 2, ഒരു ഹൈഫൺ കൊടുക്കുക. ദെൻ ഈ ശാഖയുടെ പേരെന്താ? ഒറ്റ കാർബൺ വരുന്ന CH3 ഗ്രൂപ്പാണ്. അപ്പൊ മീഥൈൽ അല്ലേ, മീഥൈൽ, മീഥൈൽ, 2-മീഥൈൽ. ഓക്കെ, ഇനി 1, 2, 3, 4, 5 കാർബൺ. 5 വന്നാൽ പദമൂലം എന്താണ്? വേർഡ് റൂട്ട് പെന്റ് ആണല്ലോ, പെന്റ്. ഇനി സിംഗിൾ ബോണ്ട് അല്ലേ മൊത്തം, അപ്പൊ പെന്റേൻ എന്നല്ലേ എഴുതേണ്ടേ? 2-മീഥൈൽ പെന്റേൻ, 2-മീഥൈൽ പെന്റേൻ. കിട്ടിയല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ നോക്കാം. 1, 2, 3, 4, 5. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുമ്പോൾ 3-മത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. 1, 2, 3, 4, 5. അങ്ങനെ നോക്കുമ്പോഴും എങ്ങനെ തന്നെയാ വരുന്നേ? 3-മത്തെ കാർബണിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ എഴുതിയാലോ? 3 ഹൈഫൺ കൊടുക്കുന്നു. ബ്രാഞ്ചിന്റെ പേരെന്താ? CH3 തന്നെയല്ലേ, അപ്പൊ മീഥൈൽ തന്നെയല്ലേ, 3-മീഥൈൽ, 3-മീഥൈൽ. 1, 2, 3, 4, 5. 5 വരുമ്പോ പെന്റ് തന്നെ വീണ്ടും അല്ലെ, സിംഗിൾ ബോണ്ട് മാത്രമാണ് വരുന്നത്, 3-മീഥൈൽ പെന്റേൻ. കിട്ടിയോ? മനസ്സിലായി? അടുത്തത് നോക്കാം. അടുത്തത് നോക്കിയോ. 1, 2, 3, 4, 5. ഓക്കെ, അടുത്ത ഇവിടെ നോക്കിക്കോണേ. നമുക്ക് വേറെ രീതിയിൽ നമ്പർ കൊടുക്കാൻ പറ്റുമോ നോക്കാം. വലിയ ചെയിൻ വേറെ ഉണ്ടോ നോക്കാം. 1, 2, 3, 4, 5. ഇങ്ങനെ എടുത്താലും 5 തന്നെ, ഡയറക്റ്റ് എടുത്താലും 5 തന്നെ, ഇങ്ങോട്ടേക്ക് എടുത്താലും 5 തന്നെയാണ് വരുന്നത് അല്ലെ. ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്താലും 5 തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും അവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 5 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ബ്രാഞ്ച് കണ്ടെത്താം. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വരച്ചിട്ട് ഇതിനെ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 1, 2, 3, 4, 5. ഇങ്ങോട്ട് എടുത്താലും 1, 2, 3, 4, 5. 3-മത്തെ കാർബണിൽ തന്നെയാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ 3 ഇടുന്നു, 3. ഇനി ബ്രാഞ്ച് നോക്കിക്കേ. ബ്രാഞ്ചിന്റെ പേര് എന്ത് വരും? ഏത് റാഡിക്കലാണ് ബ്രാഞ്ചിൽ വരുന്നത്? CH2 CH3. 2 കാർബൺ വരുന്നില്ലേ? അപ്പൊ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈഥൈൽ ആയിരിക്കുമല്ലോ. ഈഥൈൽ ആണ് ബ്രാഞ്ച് അല്ലെ. അപ്പോ 3-ഈഥൈൽ, ഈഥൈൽ 5 കാർബൺ ആറ്റം തന്നെയാണ് വരുന്നത്. അപ്പോ പെന്റേൻ തന്നെയാണ് ഇവിടെയും വരുന്നത്, 3-ഈഥൈൽ പെന്റേൻ, 3-ഈഥൈൽ പെന്റേൻ. മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും? സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ. അടുത്ത് നോക്കാം. 1, 2, 3, 4. ഇങ്ങനെ നോക്കുമ്പോൾ 4 എണ്ണം. 1, 2, 3, 4. തിരിച്ചു നോക്കിയപ്പോഴും 4 എണ്ണം. ഇനി ഇതൊരു വലിയ ചെയിൻ ആയിട്ട് തോന്നില്ലേ? നമുക്ക് ഇതിന്റെ നമ്പർ ഇട്ട് നോക്കാം. 1, 2, 3, 4, 5. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയപ്പോൾ 4 കാർബണേ വരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയിൻ എടുത്തപ്പോൾ നമുക്ക് 5 കാർബൺ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വേണം എന്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബ്രാഞ്ച് കണ്ടുപിടിക്കാം. 1, 2, 3-മത്തെ കാർബണിലാണ് ബ്രാഞ്ച്. ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാലും 1, 2, 3, 4, 5. ഇങ്ങോട്ട് നമ്പർ ഇട്ടാലും 3-മത്തെ കാർബണിൽ തന്നെയാണ് ബ്രാഞ്ച് വരുന്നത്. ശരിയല്ലേ? അപ്പോ 3. ബ്രാഞ്ചിന്റെ പേര് ഇതാണ് ബ്രാഞ്ച് കേട്ടോ, ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, CH3 എന്ന് പറഞ്ഞാൽ ആരാണ്? മീഥൈൽ ആണ് അല്ലെ. അപ്പൊ 3-മീഥൈൽ, 3-മീഥൈൽ. 5 കാർബൺ അല്ലേ, അപ്പൊ എന്താ വരുന്നത്? പെന്റേൻ, 3-മീഥൈൽ പെന്റേൻ, 3-മീഥൈൽ പെന്റേൻ. ഓക്കെ, 3-മീഥൈൽ പെന്റേൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ പേരിടൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശാഖകളുള്ള ആൽക്കൈനുകളുടെ പേരിടൽ. ഓക്കെ,
ഇനി ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ഹൈഡ്രോ കാർബണിന്റെ പേരിടൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം തവണ വന്നാൽ അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഡൈ, രണ്ടെണ്ണം വന്നാൽ ഡൈ. അതായത് ഇപ്പൊ CH3 എന്ന് പറയുന്ന റാഡിക്കൽ തന്നെ 2 സ്ഥലത്ത് CH3 എന്ന് പറയുന്ന റാഡിക്കൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡൈ എന്ന് ഉപയോഗിക്കാം. 2 ഡൈ എന്നുള്ളൊരു എന്തുപയോഗിക്കാം, ഒരു നമ്പർ നമുക്ക് അവിടെ ഉപയോഗിക്കാം. 3 സെയിം തന്നെ 3 വന്നു കഴിഞ്ഞാൽ ട്രൈ, 3 എന്ന് പറയുന്ന ഒരു നമ്പർ 3 വരുന്ന സമയത്ത് നമുക്ക് ട്രൈ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ എന്ന് അവിടെ ചേർക്കാനായിട്ട് സാധിക്കും. കാണിച്ചു തരാം കേട്ടോ, അത് പറഞ്ഞു തരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു സംയുക്തം തന്നിട്ടുണ്ട്, നമുക്ക് നമ്പർ കൊടുക്കണം. 1 2 3 4 5 6 7. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടപ്പോൾ 1 2 3 4 5 6 7. ഇതിൽ നമ്മൾ നോക്കുക, ഇങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, നാലാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നമ്പർ ഇട്ടപ്പോൾ 4ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലും ആണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. 2 4 ആണ് കുറച്ചുകൂടി ചെറിയ നമ്പേഴ്സ്. അപ്പൊ ശാഖയ്ക്ക് ചെറിയ നമ്പർ വരുന്ന രീതിയിലാണ് എന്ത് കൊടുക്കേണ്ടത്, നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെ, മേളിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ശരി. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 7 ആണ്, മനസ്സിലായി. ശാഖകളുടെ എണ്ണം 2 മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങോട്ടാണ് എടുക്കേണ്ടതെന്നുള്ള മനസ്സിലായി, ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് മനസ്സിലായി. രണ്ടുപേരും ഈ 2 ബ്രാഞ്ചും സെയിം ആള് തന്നെയാണല്ലോ, മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണല്ലോ. 2 ബ്രാഞ്ചും മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് അല്ലെ, 2 ബ്രാഞ്ചും. ഓക്കെ, ഏതൊക്കെ കാർബൺ ആറ്റങ്ങളിലാണ് ബ്രാഞ്ച് വരുന്നത്, ഏതൊക്കെ കാർബൺ ആറ്റങ്ങളിൽ, 2ാമത്തെ കാർബൺ ആറ്റത്തിലും 4ാമത്തെ കാർബൺ ആറ്റത്തിലും. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കണം, 2,3. 2 ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് കോമ ഉപയോഗിച്ച് കാണിക്കുക. 2,3 അല്ല, സോറി, 4ാമത്തതിലാണ്, 3ാമത്തതല്ല, 4ാമത്തത്. ഓക്കെ, അപ്പൊ 2,4. ബാക്കിയൊക്കെ പഴയ പോലെ ഒരു ഹൈഫൺ കൊടുക്കുക. 2 ബ്രാഞ്ച് വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു, ഡൈ എന്ന് ചേർക്കണം എന്ന് പറഞ്ഞു അല്ലെ. 2 ബ്രാഞ്ച് വന്നാൽ ഡൈ, 3 ബ്രാഞ്ച് വന്നാൽ ട്രൈ ഒക്കെ ചേർക്കണം. അപ്പൊ ഇവിടെ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ അവിടെ ഡൈ എന്ന് കൊടുക്കുക, ഡൈ എന്ന് കൊടുക്കുക. ഓക്കെ, ഡൈ എന്ന് കൊടുത്തു. ബാക്കിയൊക്കെ പഴയ പോലെ. ഏതാ ബ്രാഞ്ച്, ബ്രാഞ്ച് ഏതാ, മീഥൈലാണ് ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ ഡൈ മീഥൈൽ, ഡൈ മീഥൈൽ. ഓക്കെ, 7 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് എന്താണ്, ഹെപ്റ്റ് അല്ലെ, ഹെപ്റ്റ് അല്ലേ. പിന്നെ ഇതൊരു സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെപ്റ്റെയിൻ എന്ന് എഴുതാം. ഹെപ്റ്റെയിൻ, ഹെപ്റ്റെയിൻ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. കണ്ടോ? നമുക്ക് മറ്റൊരെണ്ണം കൂടി ചെയ്തു നോക്കാം. മറ്റൊരെണ്ണം കൂടി ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. ഇവിടെ നോക്കിക്കോളൂ, ഇതിന്റെ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം. 1 2 3 4 5. ഇങ്ങോട്ട് എണ്ണുമ്പോഴും 1 2 3 4 5. ഇനി ശാഖേനെ എണ്ണി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് നമ്മൾ ഇങ്ങനെ എണ്ണി കഴിഞ്ഞാൽ 1 2 3 4 5. അപ്പൊ എങ്ങനെ എണ്ണിയിട്ടും 5 തന്നെയാണ് നമുക്ക് വരുന്നുള്ളൂ അല്ലെ, 5 തന്നെയല്ലേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഏതെടുത്താലും കണക്ക് തന്നെയാണ്. ഇവിടെ നിങ്ങോട്ട് നമ്പർ ഇടുമ്പോൾ 1 2 3 4 5. രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലുമാണ് ആര് വരുന്നത്, ബ്രാഞ്ച് വരുന്നത്. ഇനി തിരിച്ചെടുത്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നമുക്ക് നോക്കാം. 1 2 3 4 5. ഇങ്ങനെ എടുക്കുമ്പോഴും ഈ 2ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും തന്നെയാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എങ്ങനെ, ഇത് സ്റ്റെപ്സ് ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ. എന്താ ചെയ്യേണ്ടേ, ആദ്യം ബ്രാഞ്ച് ഏതൊക്കെ കാർബണിൽ വരുന്നു എന്ന് നോക്കുക അല്ലെ. ബ്രാഞ്ച് ഏതൊക്കെ കാർബണിൽ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഏതൊക്കെ കാർബണിൽ വരുന്നു, 2ാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്, 4ാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പൊ 2,4 ഇട്ടു, ഹൈഫൺ കൊടുത്തു. 2 ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, നമ്മൾ ഡൈ എന്ന് കൊടുക്കണം. ഡൈ എന്ന് കൊടുത്തു. ഈ 2 ബ്രാഞ്ചും സെയിം ആണോ നോക്കൂ, സെയിം ബ്രാഞ്ചുകളാണ് വന്നിരിക്കുന്നത്. ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ മീഥൈൽ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഡൈ മീഥൈൽ, ഡൈ മീഥൈൽ. ഓക്കെ, പ്രധാന ചെയിനിൽ 5 കാർബൺ, പെന്റാണ്, പെന്റേൻ, പെന്റേൻ അല്ലെ, പെന്റേൻ. 2,4 ഡൈമീഥൈൽ പെന്റേൻ. കിട്ടിയോ? 2,4 ഡൈമീഥൈൽ പെന്റേൻ. ഇതാണ് ഇതിന്റെ പേര്. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇതിന്റെ പേര് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് മറ്റൊരു മോഡൽ നോക്കാം. 3 വരുന്നത് നോക്കാം. 3 എങ്ങനെ ചെയ്യും പറയൂ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്, ഈസിയാണ്. നമുക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6. ഓക്കെ, എങ്ങനെ നോക്കിയാലും 6 വരത്തുള്ളൂ. 1 2 3 4 5 6. ഇങ്ങനെ നോക്കിയാലും 6 തന്നെ വരുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ 6 വരുന്നത്. ഓക്കെ, എങ്ങനെ നോക്കിയാൽ 6. ഇങ്ങനെ കൊടുത്തപ്പം 2ാമത്തേതില് 4ാമത്തേതില് 5ാമത്തേതില് ഇങ്ങനെയാണ് ബ്രാഞ്ചസ് വരുന്നത്.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു നോക്കിയാലോ. 1 2 3 4 5 6. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും ബ്രാഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടാമത്തേതിലും നാലാമത്തേതിലുമാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ അതിനേക്കാളും ചെറിയ നമ്പറിൽ ബ്രാഞ്ച് അടുത്ത് താഴേന്ന് ഇങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വരുന്നുണ്ട്. നോക്കിയേ, 1 2 3, 2ലും 3ലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് എടുക്കുമ്പോൾ രണ്ടാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നു, അതേപോലെ നാലാമത്തെ കാർബണിലും, അതേപോലെ അഞ്ചാമത്തെ കാർബണിലും വരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നു, മൂന്നാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നു, അഞ്ചാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നു. അപ്പൊ ഈ 2 3 എന്നുള്ളതല്ലേ ചെറുത്. അപ്പൊ നമ്മൾ ഇത് വേണം എടുക്കാൻ, ഇതെടുക്കാൻ പാടില്ല. ഇവിടുന്ന് അങ്ങോട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്പർ കൊടുക്കാനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? പഴയ പരിപാടി തന്നെ, ബ്രാഞ്ചസിന്റെ നമ്പേഴ്സ് എഴുതുക. 2, 3, 5. എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ കൊടുക്കണം. 3 ബ്രാഞ്ച് വന്നാൽ എന്താ ചേർക്കേണ്ടത്? 2 ബ്രാഞ്ച് വന്നപ്പോൾ ഡൈ എന്ന് ചേർത്തു. 3 ബ്രാഞ്ച് വരുമ്പോൾ ട്രൈ എന്ന് ചേർക്കണം. ഓക്കെ, ട്രൈ എന്ന് ഞാൻ ചേർക്കാൻ പോകുന്നു. ട്രൈ. 3 ബ്രാഞ്ചുകളും സെയിം തന്നെയല്ലേ? ഒറ്റ കാർബണുള്ള മീഥൈൽ ഗ്രൂപ്പ് തന്നെയല്ലേ? അപ്പൊ ട്രൈ മീഥൈൽ. ട്രൈ മീഥൈൽ 6 കാർബൺ ആണ് ടോട്ടലി വരുന്നത്. മെയിൻ ചെയിനിൽ 6 കാർബൺ. അപ്പോ പദമൂലം എന്ത്? ഹെക്സ്. 6 കാർബൺ വന്നാൽ ഹെക്സ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെക്സേൻ എന്ന് കൊടുത്തു. 2 3 5 ട്രൈ മീഥൈൽ ഹെക്സേൻ എന്നുള്ളതാണ് ഇതിന്റെ IUPAC നെയിം. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ഈ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതി നോക്കുക. ഇനി ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ശാഖകൾ 2 എണ്ണം വന്നാൽ നമ്മൾ അത് തന്നെ ഒരുമിച്ച് എഴുതാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോണേ. ഇതിനകത്ത് 1 2 3 ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് എടുത്താലും ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താലും രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. 1 2 3. ഈ രണ്ടാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് കാണുന്നുണ്ടോ? മേളിലോട്ടൊരു ബ്രാഞ്ചും താഴോട്ടൊരു ബ്രാഞ്ചും. രണ്ടും രണ്ടാമത്തെ കാർബണിൽ തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ കാർബണിൽ തന്നെ 2 ബ്രാഞ്ചുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ടോട്ടലി 2 ബ്രാഞ്ച് ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 2, 2 എന്ന് എഴുതിയാൽ മതി. രണ്ടും രണ്ടാമത്തെ കാർബണിൽ തന്നെയല്ലേ? രണ്ടാമത്തെ കാർബണിൽ തന്നെയല്ലേ 2 ബ്രാഞ്ചും വരുന്നത്? അപ്പൊ 2, 2 ഹൈഫൺ. 2 ബ്രാഞ്ച് വരുന്നത് കൊണ്ട് ഡൈ എന്ന് ചേർക്കുക. ഈ വരുന്ന 2 ബ്രാഞ്ചും മീഥൈൽ ബ്രാഞ്ച് തന്നെയല്ലേ? അപ്പൊ ഡൈ മീഥൈൽ. ഡൈ മീഥൈൽ. 1 2 3 മെത്തേത്ത് പ്രൊപ്പ്. 3 കാർബൺ വന്നാൽ പ്രൊപ്പ്. അപ്പൊ പ്രൊപ്പെയിൻ. 2 2 ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ. 2 2 ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് വരും. മനസ്സിലായോ? നല്ലോണം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ സംയുക്തം തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിന്റെയൊക്കെ IUPAC നാമം എഴുതാൻ പറ്റും. ഇങ്ങനെ IUPAC നാമം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഘടന വരയ്ക്കാനും നിങ്ങൾക്ക് അറിയില്ലേ? ഘടന എങ്ങനെ വരയ്ക്കും? ആദ്യം പെന്റെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ 5 കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലെ? ഘടന എഴുതാൻ പറഞ്ഞ 5 കാർബൺ ഉണ്ട് പെന്റ് എന്ന് പറയുമ്പോൾ. 1 2 3 4 5. 5 ആയിട്ടില്ല. ഓക്കെ, 5. 1 2 3 4 5. ട്രൈ മീഥൈൽ. അതിൽ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും. അപ്പൊ നമുക്ക് നമ്പർ ജസ്റ്റ് കൊടുക്കാം. 1 2 3 4 5 നമ്പർ കൊടുത്തു. അതിൽ രണ്ടാമത്തേതിൽ ബ്രാഞ്ച് ഉണ്ട്, മൂന്നാമത്തേതിൽ ബ്രാഞ്ച് ഉണ്ട്. വീണ്ടും മൂന്നാമത്തേതിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ടെന്നാണ് ഈ 3,3 സൂചിപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമത്തേതിൽ ഒരു ബ്രാഞ്ച് ഇതായിട്ടു. മൂന്നാമത്തേതില് 2 ബ്രാഞ്ച് ഉണ്ട്. മേളിലോട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടാവും, താഴോട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടാവും. 2 ബ്രാഞ്ച് ഉണ്ട്. ടോട്ടലി 3 ബ്രാഞ്ച്. ട്രൈ മീഥൈൽ ആണ് ബ്രാഞ്ച് അല്ലെ? ബ്രാഞ്ച് ഏതാണ്? മീഥൈൽ. CH3 ആണ് ബ്രാഞ്ച്. അപ്പൊ എല്ലായിടത്തും CH3 കൊടുക്കുക. എല്ലായിടത്തും എന്ത് കൊടുക്കുക? CH3 കൊടുക്കുക. നമുക്ക് CH3 കൊടുത്തു. ഇനി നിങ്ങൾ ബാക്കി സംയോജകത വെച്ചിട്ട് കറക്റ്റ് ചെയ്യണം. ഈ കാർബണിന്റെ കയ്യിൽ ഒറ്റ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ H3 എന്ന് വരും. ഈ കാർബൺ നോക്കിയാൽ 1 2 3 വരകൾ അതിന്റെ ചുറ്റിനും ഉണ്ട്. അപ്പൊ 4 ആവാൻ ഇനി ഒരാൾ കൂടി ഇട്ടാൽ മതി. CH ഇട്ടു. ഈ കാർബണിനെ സംബന്ധിച്ചിടത്തോളം 1 2 3 4 അതിന്റെ 4 വാലൻസിയും ഫില്ലാണ്. H കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കാർബണിനെ സംബന്ധിച്ചിടത്തോളം 1 2 എണ്ണം ഇവിടെ ഉണ്ട്. H2. ഇനി 2 എണ്ണം കൂടെ വേണം. H2 കൊടുത്തു. ഈ കാർബണിനാണെങ്കിൽ ഒറ്റ വര മാത്രമേ ഉള്ളൂ. അപ്പൊ 4 ആവണമെങ്കിൽ H3 നമ്മൾ കൊടുക്കണം. അപ്പോൾ IUPAC നാമം എഴുതാനും അതേപോലെ തന്നെ നാമം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടന എഴുതാനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ബാക്കിയുള്ളത് എഴുതി നോക്കുക.
ഓക്കെ, ഇത്രയും സെറ്റാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിച്ചത് ആൽക്കെയിന്റെ നാമകരണമാണ്. ആൽക്കെയിൻ വെറുതെ ഉണ്ടെങ്കിൽ എങ്ങനെ പേര് കൊടുക്കും, ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കും, 2 ബ്രാഞ്ച് വന്നാലും 3 ബ്രാഞ്ച് വന്നാലും എങ്ങനെ പേര് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. അടുത്ത പാർട്ടിൽ അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.